പടിഞ്ഞാറോട്ട് ദർശനം കൊടുത്തിരിക്കുന്ന അമ്മ. എല്ലാ ക്ഷേത്രത്തിലും മിക്കവാറും ക്ഷേത്രങ്ങളിൽ കിഴക്ക് ഭാഗത്തേക്കായിരിക്കും ശ്രീകോവിൽ. നമ്മുടെ സ്ഥലത്തും കിഴക്കോട്ടായിരിക്കും. ഇവിടെ മാത്രമാണ് പടിഞ്ഞാറോട്ട്. മകൻ കന്നിമൂലയിലായിരിക്കും, അതായത് ഗണപതി ഭഗവാൻ എല്ലാ ക്ഷേത്രത്തിലും. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്, കന്നിമൂലയിലല്ല ഗണപതി ഭഗവാന്റെ സ്ഥാനമുള്ളത്. വീടുവള്ളി കൃഷ്ണകുട്ടിനായർ എന്ന ആളാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ കാട്ടുവള്ളി. താങ്കൾ തന്നെ വീടുവള്ളി തറവാട്ടിൽ തലമൂത്ത പുരുഷനാണ്. എൻ്റെ അഭാവശേഷം എൻ്റെ നേരെ നാളെ ആരാണോ അവർക്കാണ് ചെയ്യാനുള്ള അധികാരം. അങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് ചെയ്തു പോരുന്നത്. ആ രീതിയിലാണ് ഇന്ന് വരെയും നടക്കുന്നത്. അതിന് യാതൊരു മാറ്റമില്ല. ഈ കളിയാട്ടക്കാവിന് ഏകദേശം ഒരു 2000 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മമ്പറം തങ്ങളാണ് ഈ അമ്മേനെ ഇവിടെ കുടിയിരുത്തിയത് എന്ന് പറയുന്നുണ്ട്. വർഷത്തിൽ താഴെ, അതായത് ഒരു 250-300 വർഷം മാത്രമേ പഴക്കമുള്ളൂ മമ്പറം പള്ളി എന്ന് പറയുന്ന പള്ളിക്ക്. അത് നമ്മുടെ തൊട്ടടുത്തുള്ള തന്നെയാണ്. അതുപോലെ ഈ കളിയാട്ടക്കാവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് 2000-ൽ കൂടുതൽ വർഷത്തോളം ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട്. പിന്നെ അത് ഈ പറഞ്ഞ ഈ കാര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. മൂന്നിയൂർ കോഴിക്കളിയാട്ടം മെയ് 31-ന്. രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള മൂന്നിയൂരിലെ കളിയാട്ടക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനിയത്തി എന്നാണ് വിശ്വാസങ്ങളിൽ പറയുന്നത്. ഉത്സവങ്ങൾക്ക് വിരാമമിട്ട് മൂന്നിയൂരിലെ കോഴിക്കളിയാട്ടം. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. കാരണം ഈ പ്രദേശത്തുള്ളവർക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടില്ല. ഇതൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. മിഥുനം പബ്ലിക്കേഷൻസിൻ്റെ ഇത്തിരി നേരം ഇന്ന് മൂന്നിയൂർ കളിയാട്ടക്കാവിലാണ്. ഇവിടെ ഒരുപാട് പേര് രാവിലെ വന്നിട്ട് ക്ഷേത്രം തുറക്കാതെ പല സ്ഥലങ്ങളിലായിട്ട് അലയുന്നുണ്ട്. കാരണം ഇവർക്ക് രാവിലെയാണോ വൈകുന്നേരമാണോ ഈ അമ്പലം തുറക്കുക എന്നൊരു പിടിയില്ല. ഇപ്പോൾ ഇവരൊക്കെ നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് കണ്ട് ഞങ്ങളുടെ ഈ ഗതി ഇനി മറ്റുള്ളവർക്കും കൂടി വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ദിവസേന തുറക്കുന്നത് മണ്ഡലമാസത്തിൽ 40 ദിവസമാണ്, 41 ഇല്ല. ബാക്കി ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ. നിങ്ങളെപ്പോൾ ഇവിടുന്ന് വന്നിട്ടുള്ളത്? കോട്ടക്കടവ് അത്താണിക്കലിന്. ഇത് അറിയില്ലായിരുന്നു അല്ലേ? അറിയില്ലേ? ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന്റെ മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്, ഒരുപാട് വർഷമായിക്കണേ. പിന്നെ ഇന്നത്തെ രാവിലെ പൂജ ഉണ്ടാവും അറിഞ്ഞിട്ടാണ് വന്നത്. ഈ ഉത്സവകാലത്തെങ്കിലും രാവിലെ ഉണ്ടാവും എന്ന് വിചാരിച്ച് വന്നതാണ്. മതസൗഹാർദ്ദം തന്നെയാണ് എന്നും ഇവിടെ മുതൽക്കൂട്ട്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഊരായ്മ അവകാശം വെളിവള്ളി തറവാട്ടുകാർക്കും പുതിയവീട്ടിൽ തറവാട്ടുകാർക്കും മാത്രമാണ്. വേറെ ആർക്കും യാതൊരു അധികാര അവകാശവും ക്ഷേത്രത്തിൽ. പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ 17 ദിവസമാണ്. അത് ആദ്യത്തെ തിങ്കളാഴ്ച, ഇടവമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കാത്തിരിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 12-ാം ദിവസം കോഴിക്കല്യാണം. അന്ന് 15-നാണ് ഏറ്റവും പ്രാധാന്യം.
കാരണം അവരാണ് അന്നാണ് ഈ കുതിര കെട്ടിക്കൊണ്ടുവന്ന് ഈ ക്ഷേത്രപ്രവേശനം ചെയ്യുന്നത്. ക്ഷേത്രപ്രവേശനത്തിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ വകുപ്പിലാണ് ക്ഷേത്രപ്രവേശനം ആദ്യം ചെയ്യേണ്ടത്. രാവിലെ ഒരു 8-9 മണിയാകുമ്പോഴേക്കും ചെയ്യണം. അതിന് ശേഷം മറ്റുള്ള കുതിര കമ്മിറ്റിക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ഈ 17 ദിവസം കളിയാട്ടം അവിടെ ഇറങ്ങും. ഈ 17 ദിവസത്തിനും അവകാശികളുണ്ട്. ഓരോ ദിവസത്തിനും ഓരോരുത്തർ ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട 12-ാം ദിവസം കോഴിക്കളാട്ടം. സാധാരണ കളിയാട്ടം രാത്രിയാണെങ്കിൽ അന്ന് പകലാണ്. പകല് കഴിഞ്ഞിട്ട് രാത്രി 2 കണക്കിന് കളിയാട്ടം പിന്നെയും കഴിക്കണം. അപ്പോൾ ഈ കുതിര കമ്പറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 8 മണി, ഒരു 7-8 മണിക്കുള്ളിൽ വന്നിട്ട് മാത്രമേ നമുക്ക് ബാക്കിയുള്ള കർമ്മങ്ങൾ ദേവി പ്രീതി നേടാൻ സാധിക്കുള്ളൂ. കർമ്മങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നെങ്കിലല്ലേ അതിൻ്റെ കാര്യമുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ. പിന്നെ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് അന്യതാവഴി കുതിരന്മാരും അവർക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. മറ്റുള്ള പൊതുജനങ്ങൾക്ക് ആർക്കും ഞാനടക്കം എനിക്ക് കൊല്ലത്തിലുള്ള ദിവസമേ ഉള്ളൂ. അതിൽ പോയി കല്യാണത്തിൽ മാത്രമേ നേരിട്ടുള്ള കാണാൻ കഴിയും. ഇങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ നിലവാരത്തിലുള്ള ഐതിഹ്യങ്ങൾ. പിന്നെ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്. മറ്റുള്ള ക്ഷേത്രത്തിലത്തെ ഭാഗമല്ല ഇവിടെ. മറ്റുള്ള ക്ഷേത്രങ്ങളിലെ ആധാരവും ഇവിടുത്തെ ആധാരങ്ങളും വ്യത്യസ്തമാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചുരുക്കം പറയുകയാണെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിലാണ് നമ്മൾ മന്ദിരിച്ച് പോകില്ല. ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകും, എവിടെയും പോകില്ല. നേരെ വന്ന് അതിന് നേരെ പോകുന്നു. ഇവിടുത്തെ ഐതിഹ്യം കള്ളും കളിയാട്ടമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് ഏറ്റവും വലുതായിട്ടുള്ള കാര്യം. വെളിവിൽ തറവാട്ട് തലമൊത്തം പുരുഷനാരാണോ അവർക്ക് മാത്രമാണ്. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂർക്ക് 3 അംശത്തിൽപ്പെട്ട ഒരാൾക്കും പോകാൻ പാടില്ല. ഞങ്ങൾ ശാസ്ത്രവിധി പ്രകാരം ഇതും കൊടുങ്ങല്ലൂർ അമ്മയും വീട്ടിൽ തമ്മിൽ വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പം അതൊക്കെ നമ്മൾ പോകാൻ പാടില്ല. അതേ അവസരത്തിൽ അതോ അവർ എഴുത്തി അങ്ങനെ എന്തെങ്കിലും ആണോ? അത് എങ്ങനെയാണ് എന്നാണ് ഐതിഹ്യം. ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ആളുകൾക്ക്, അതായത് വെളിവെള്ളി തറവാട്ടിലെ അംഗങ്ങൾക്ക് ഇവിടെ കാളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ കാളിക്കാവിൻ്റെ ആ മറുത്തൂർ തന്നെ റോഡാണ്. ശരിക്ക് നിങ്ങൾക്ക് പോകാൻ പാടില്ല, അത് ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല എന്നായിട്ടില്ല. പക്ഷേ നമ്മൾ എത്രയോ ആളുകൾ പോകുന്നുണ്ട്. അത്രയും വളരെ ഇതായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. അല്ല, പിന്നെ ഇത് മമ്പറത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും മമ്പർ വെച്ച് യാതൊരു ബന്ധവുമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ അവര് അവിടുന്ന് പ്രതിഷ്ഠിച്ചതാണ്, കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ് എന്നുള്ള ഒരു കേട്ടുകേൾവിയൊക്കെ ഉണ്ടല്ലോ. മെക്കാനിക്കലായിട്ട് യാതൊരു കാര്യമില്ല. ഓരോരുത്തർ പറയാമെന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളും അവരോട് അവർ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മളേക്ക് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ്. വളരെ സൗഹാർദ്ദമായിട്ടുള്ള ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. തൊട്ടടുത്ത് ഇവിടെ പള്ളിയാണ്. എൻ്റെ അടുത്ത് ഈ 3 അർത്ഥത്തിലുള്ള ഈ നമ്മൾ ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന ആളുകളും വളരെ സൗഹാർദ്ദമായിട്ട് ഈ കോഴിക്കളിയാട്ടം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. എത്രയോ മതസൗഹാർദ്ദമായിട്ട് എല്ലാ ജാതി സമൂഹത്തിലുള്ള ആളുകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പൂജാതി കർമ്മങ്ങളും അങ്ങനല്ല. എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ ഓരോ പൂജകൾ ചെയ്യിക്കേണ്ടതുണ്ട്. എല്ലാ സമുദായക്കാർക്കും ഇവിടെ ഓരോ ചടങ്ങ് ചെയ്യാറുണ്ട്, പൂജാവിധികൾ. അപ്പം അതിനനുസരിച്ച് സമുദായത്തിൽപ്പെട്ട ആളുകൾ ഓരോ സമുദായത്തിലുള്ള ആളുകൾക്കും തിരുവേലി, അതായത് നമ്പൂതിരിമാർ ശ്രീകോവിലുള്ളത്. അതിനോടനുബന്ധിച്ച് ആൾക്കാരുണ്ട്, അവിടെ എറാടിയാരുണ്ട്, പുറത്ത് ചെയ്യാനുള്ള തെല്ലാന്മാരും വൈദ്യന്മാരുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ നിലവാരമുണ്ട്. അതിൽ പെട്ടതാണ് സാമൂഹ്യ മൂവ്മെൻറ്റ്. അവർക്കാണ് കുതിരയിൽ വെള്ളിയാഴ്ച കൊണ്ടുവരാനുള്ള ആദ്യം ക്ഷേത്രപ്രവേശനത്തിൽ അവർക്ക് അധികാരമുണ്ട്. അവർ വന്നതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ. അതാണ് പഴയ ആചാരം. ഈ കളിയാട്ടക്കാവിന് ഏകദേശം ഒരു 2000 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മമ്പറം തങ്ങളാണ് ഈ അമ്മേനെ ഇവിടെ കുടിയിരുത്തിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 100-300 വർഷത്തെ പഴക്കല്ലേ ഉണ്ടാവുള്ളൂ. അതിനെന്താണ് അതിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇടയായിട്ട് നമ്മളിതിനൊരു വീഡിയോ കണ്ടു. അതായത് പാണക്കാട്
അപ്പോൾ താങ്കളെ പേരെന്താ എനിക്കറിയില്ല. പാലക്കാട് സാദിഖലി ശിഹാബ് റിപ്പോർട്ടർ ചാനലിൽ ഒരു വീഡിയോ കണ്ടു. അതിൽ പറയുന്നുണ്ട് കളിയാട്ടക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉത്സവം നടത്താൻ സവർണരും അവർണരും അങ്ങനെ ഒരു ഉത്സവം ഇവിടെ ഇല്ല. സവർണർ ഉത്സവം അല്ല അവർണർ ഉത്സവം എന്നുള്ളൊരു ഉത്സവം ഇവിടെ ഇല്ല. ഇത് അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടോ ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഭാഗം വന്നിട്ടുണ്ട്. കാരണം റിപ്പോർട്ടർ ചാനലിലാണ് ഞാൻ ആ വീഡിയോസ് കണ്ടിട്ടുള്ളത്. പിന്നെ അതിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ ഉത്സവം പറഞ്ഞുണ്ടാക്കിയതും പിന്നെ അതുപോലെ തന്നെ പല ന്യൂസുകളിലും മറ്റതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. 500 വർഷത്തിൽ താഴെ, അതായത് ഒരു 250-300ഓളം വർഷം മാത്രമേ പഴക്കമുള്ളൂ മമ്പറം പള്ളി എന്ന് പറയുന്ന പള്ളിക്ക്. അത് നമ്മുടെ തൊട്ടടുത്തുള്ള തന്നെയാണ്. അതുപോലെ ഈ കളിയാട്ടക്കാവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് 2000-ൽ കൂടുതൽ വർഷത്തോളം ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട്. പിന്നെ അത് ഈ പറഞ്ഞ ഈ കാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ പിന്നെ ചില ന്യൂസുകളിൽ നമ്മളിതിനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മമ്പറം തലങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് സ്ഥലം കൊടുത്തതും ഇവിടെ കുടിയിരുത്തിയത് എന്നൊക്കെ പറയണത്. ഈ 300 വർഷത്തോളം പഴക്കം മാത്രമുള്ള ഈ മമ്പറം പള്ളിയിൽ തങ്ങൾ എങ്ങനെയാണ് ഈ കുടിയിരുത്തിയത് എന്നുള്ളത് നമുക്കത് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. കാരണം അങ്ങനെ ഒരിക്കലും ഇല്ല എന്നുള്ള 2000ഓളം വർഷം ഈ അമ്പലത്തിന് പഴക്കമുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കളയാട്ടം എന്ന് പറഞ്ഞൊരു ഈ ഇടവ മാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച കാപ്പൊലിച്ച് കഴിഞ്ഞാൽ 12ാം ദിവസമാണ് വെള്ളിയാഴ്ച കളയാട്ടം, കോഴിക്കളയാട്ടം എന്ന് പറയുന്നത്. അന്ന് എല്ലാ ദേശത്തു നിന്നും ഇവിടേക്ക് കുതിര എഴുന്നള്ളിപ്പായിട്ട് വരുന്നുണ്ട്. പല ദേശക്കാരും കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ തൃക്കുളം ദേശം, അതുപോലെ തന്നെ ഈ മമ്പറം ദേശം, ജമ്മാട്, അങ്ങനെ ഭാഗത്ത് നിന്ന് കക്കാട്, ഈ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ ഈ മമ്പറം പള്ളിയിൽ പോയിട്ടാണ് വരുന്നത്. ആ പള്ളി ഈ ദേശത്ത് കുതിര വന്നിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ ഞാൻ വരെ മമ്പറം പള്ളിയിൽ ഇടയ്ക്ക് പോകുന്ന ഒരാളാണ്. അതായത് നമ്മളെ വ്യക്തിപരമായ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ അവിടെ കുതിര പോകുന്നുണ്ട്, അവർ വരുന്നുണ്ട് എന്ന് കരുതി മമ്പറം ഞങ്ങളാണ് ഇങ്ങനെ സ്ഥലം കൊടുത്തിരുന്നു. ഇവിടുത്തെ സവർണരും അവർണരും ഒരു വിഭാഗീയത തിരിച്ചിട്ട് അവർക്ക് ഒരു ഉത്സവത്തിനുള്ളത് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞത് തങ്ങളോടാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് തങ്ങളോടാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഫേസ്ബുക്കിൽ ഇതിലൊക്കെ പോസ്റ്റ് വന്ന സമയത്ത് ഞാൻ ഇതിന് കമന്റ് ഇട്ടൊരു വ്യക്തിയും കൂടിയാണ്. ഞാൻ ഈ ക്ഷേത്രം ഒരാളെ ആ ഫാമിലിപ്പെട്ട ഒരാളാണ്. വെളിവിളി തറവാട്ടിലെ ഒരു അംഗമാണ് ഞാൻ. എൻ്റെ പേര് മനോജ്. അപ്പോൾ ഇത് തെറ്റിദ്ധാരണയാണ്, തങ്ങൾക്ക് ആരോ പറഞ്ഞു കൊടുത്തതിലുള്ള തെറ്റിദ്ധാരണ. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ശരിക്കും പഠിക്കാതെ പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ സമൂഹ മാധ്യമങ്ങളിൽ റിപ്പോർട്ടർ പോകുന്ന ചാനലുകളിലൊക്കെ ഇരുന്ന് സംസാരിക്കണം, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഈ കളിയാട്ടക്കാവിലെ അമ്മ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അതിന് വല്ല കറക്റ്റ് പറയുകയാണെങ്കിൽ കാരണം നമ്മളെ അച്ഛന്മാരായിട്ടും നമ്മളെ പൂർവികർ വായിൽ നിന്ന് നമ്മൾ കേട്ട് പഠിച്ചതും ഇതിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ശരിക്കും മൂലസ്ഥാനം എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് കിഴക്ക് തെക്ക് മാറിയിട്ട് ഒരു പാറക്കാവ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചാത്തൻകളരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ മൂലസ്ഥാനം കളിയാട്ടക്കാവിൻ്റെ. അപ്പം അമ്മ അവിടെ വന്നിരുന്നത് പണ്ട് കാലത്ത് ഈ തറവാട്ടപ്പെട്ട പഴയ കാരണന്മാരാരോ തപസ് ചെയ്തിട്ടാണ് ദേവീനെ വിളിച്ചു വരുത്തിയെന്നുള്ളതാണ്. അങ്ങനെ അവിടെ വന്ന മൂലസ്ഥാനത്തായിട്ടുള്ള അവിടെ വന്ന സമയത്ത് അമ്മയ്ക്ക് ഇരിക്കാൻ, അതായത് കുടിയിരുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കാൻ മകനെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ മച്ചിലാണ് ആദ്യം കുടിയിരുത്തിയത്. അതായത് വെളിവിളി തറവാടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആ തറവാട്ടിലെ മച്ചിലായിരുന്നു അമ്മേനെ കുടിയിരുത്തിയത്. അത് ഇപ്പോഴും അവിടെ ഉണ്ട്. ചാത്തൻകളരി എന്നാണ് ഇപ്പോഴാണ് പറയുന്ന സ്ഥലത്തിൻ്റെ പേരും അമ്പലത്തിൻ്റെ പേരും. അവിടെ ഇപ്പോഴും എൻ്റെ ഈ കളിയാട്ടം കാപ്പൊലിക്കുക എന്ന് പറഞ്ഞ ചടങ്ങ് പോലും നടക്കുന്നത് അവിടെ നിന്നാണ്. ഈ കളിയാട്ടം 17 ദിവസത്തെ ഉത്സവം ഇടവമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച തുടങ്ങി 17 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉള്ളത്. അതിൽ ഫസ്റ്റിലെ ദിവസം തിങ്കളാഴ്ച, ഇടവമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഈ വെളിവിളി തറവാട്ടിലെ പൂജ കഴിഞ്ഞ് വൈകുന്നേരം ഈ ചാത്തൻകളരി എന്ന് പറഞ്ഞ പഴയ അമ്പലത്തിൻ്റെ മൂലസ്ഥാനത്ത് വന്ന് അവിടെ എല്ലാവരും, ഇവിടെ ഉള്ളിലിറങ്ങുന്ന എല്ലാവരും, കാരണവരടക്കം എല്ലാവരും വന്ന് അവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാപ്പൊലിക്കാന്ന് പറയാം. അതായത് കൊടിയേറ്റം എന്ന് സാധാരണ ഉത്സവത്തിന് പറയുന്ന പോലെ തന്നെ കളിയാട്ടക്കാലത്തിനോട് സംബന്ധിച്ചിടത്തോളം ഈ കൊടിയേറ്റത്തിന് പകരം കാപ്പൊലിക്കാന്ന് പറയാം. അവിടെ നിന്നാണ് അത് കാപ്പൊലിക്ക ചടങ്ങ് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോരാണ് ചെയ്യുക ക്ഷേത്രത്തിലേക്ക്. അവിടെ അങ്ങനെ ആ സ്ഥലത്താണ് ആദ്യം അമ്മ വന്നിരുന്നതും. അവിടുത്തെ മച്ചിലാണ് ഇപ്പോഴും പീഠങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട്. ആ മച്ച് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് അമ്മ മകനെ പറഞ്ഞയക്കണം. അമ്മയുടെ മകൻ എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാൻ. അമ്മേൻ്റെ മകനെ പറഞ്ഞയച്ചിട്ട് അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഥലം നോക്കാൻ വന്ന മകനെ കാണാതായിട്ട് അമ്മ തെരഞ്ഞു വരികയാണ്. എത്ര നേരമായിട്ടും മകനെ കാണാതായിട്ട് തെരഞ്ഞു വരുന്ന സമയത്ത് അമ്മ വന്നിരുന്ന പൈങ്ങാംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മകനെ തെരഞ്ഞു വരുന്ന വഴി അതിപ്പോഴും അവിടെ ഉണ്ട്. ഇവിടുത്തെ കുറച്ച് കിഴക്ക് ഭാഗത്തായിട്ട് ഈ വയലിൻ്റെ ഭാഗത്തായിട്ട് പൈങ്ങാംകുളങ്ങര. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന എല്ലാ വരവും ആഘോഷങ്ങൾ കമ്മിറ്റിക്കാരും എല്ലാ കുതിര കമ്മിറ്റിക്കാരും എല്ലാവരും അവിടെ വന്നിട്ട് ഇങ്ങോട്ട് വരുള്ളൂ.
അവിടെ നിന്ന് മകനെ കാണാതായിട്ട് നേരെ വന്നിരുന്നപ്പോൾ ഈ കളയട്ടക്കാവ് എന്ന പൂങ്കാവനത്തിൽ അന്ന് ഇവിടെ ഭയങ്കര കാടുകളും പണ്ടത്തെ എല്ലായിടത്തും ഒരു പൂങ്കാവനം തന്നെയായിരുന്നു. ഇപ്പോഴാണ് നമ്മളെല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ വിളിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ മകൻ വന്നിരുന്ന് ഉറങ്ങുന്നതാണ് അമ്മ കാണുന്നത്. അതിൽ അമ്മയ്ക്ക് ദേഷ്യം വരികയും അമ്മയ്ക്ക് സ്ഥലം നോക്കാൻ വന്ന മകൻ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഒരു ഉറങ്ങുന്ന ഒരു രീതിയിലാണ് അമ്മ കാണുന്നത്. ആ കണ്ട ദേഷ്യത്തിലാണ് അമ്മ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നത്. മലബാറിൽ തന്നെ, കേരളത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണിത്. പടിഞ്ഞാറോട്ട് ദർശനം കൊടുത്തിരിക്കുന്ന അമ്മ. എല്ലാ ക്ഷേത്രത്തിലും മിക്കവാറും ക്ഷേത്രങ്ങളിൽ കിഴക്ക് ഭാഗത്തേക്കായിരിക്കും ശ്രീകോവിൽ. നമ്മുടെ സ്ഥലത്തിന് കിഴക്കോട്ടായിരിക്കും. ഇവിടെ മാത്രമാണ് പടിഞ്ഞാറോട്ട്. മകൻ കന്നിമൂലയിലായിരിക്കും, അതായത് ഗണപതി ഭഗവാൻ എല്ലാ ക്ഷേത്രത്തിലും. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. കന്നിമൂലയിലല്ല ഗണപതി ഭഗവാന്റെ സ്ഥാനമുള്ളത്. കാരണം ഇരുന്ന് ഉറങ്ങിയാൽ നേരെ പടിഞ്ഞാറൻ അമ്മ മുഖം തിരിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം. അപ്പോൾ അതായത് ഭാഗത്താണ് മകൻ കിഴക്ക് ഭാഗത്ത്, അമ്മ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അമ്മ വന്ന ഒരു വഴിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിന് അമ്മ ഇവിടെ എത്തിപ്പെട്ടതെന്ന് പറയുന്ന ഒരു ഐതിഹ്യം. നമ്മൾ മുത്തച്ഛന്മാരായിട്ടും കാരണന്മാരായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യമാണത്. ഈ അമ്പലം ദിവസേന തുറക്കാറുണ്ടോ? മണ്ഡലത്തിൽ 40 ദിവസം. അത് മണ്ഡലത്തിൽ രാവിലെ വൈകുന്നേരം. രാവിലെ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് രാവിലെ തുറക്കും. വൈകുന്നേരം അതേമാതിരി 4:30, 5 മണിക്ക് തുറക്കും. ഈ 2 സമയം മാത്രമേ മണ്ഡലത്തിലുള്ളൂ. കലയാട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് രാവിലെ തുറക്കില്ല, പൂജയില്ല. വൈകുന്നേരം 4 മണിക്ക് നട തുറക്കും. ഈ നട തുറന്നതിന് ശേഷം മാത്രമാണ് ഈ 17 ദിവസം അങ്ങനെ പോകും. അപ്പം മൊത്തം 57 ദിവസം. മൊത്തം 57 ദിവസം ഒരു കൊല്ലത്തിൽ. കല്യാണത്തിന് പിന്നെ രാവിലെ തുറക്കുന്നത് ഈ കോഴിക്കളിയാട്ടത്തിൻ്റെ അന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഏകദേശം ഒരു 4-5 മണിക്ക് നട തുറക്കും. അന്ന് രാത്രി വരെ കല്യാണം ചടങ്ങുകൾ പലതുകൊണ്ട് ആ രീതിയിൽ പോവുക. അത് ഭക്തജനങ്ങൾ അതിനനുസരിച്ച് അടുത്തുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും. ദൂരസ്ഥലത്തുനിന്ന് വരുന്ന ആളുകൾ എത്ര ആളുകൾ ഇന്നും രാവിലെ വന്നിട്ടുണ്ട് ക്ഷേത്രം തുറക്കുന്നുള്ളത് ഉദ്ദേശിച്ച്. രാവിലെ മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ. രാവിലെ വൈകുന്നേരം കളിയാട്ടത്തിൻ്റെ രാവിലെ മാത്രമേ ഇല്ല, വൈകുന്നേരം മാത്രമേ തുറക്കുള്ളൂ. അത് 4 മണിക്ക് നട തുറക്കും. എന്നതിന് ശേഷം വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടക്കും. പൂജാതി കർമ്മങ്ങൾ എന്നതിന് ശേഷം തുറക്കും. വഴിപാടുകൾ എങ്ങനെയൊക്കെ? വഴിപാടുകൾ പുഷ്പാഞ്ജലി. മെയിൻ കളിയാട്ടത്തിലുള്ള വഴിപാട് കളിയാട്ടമാണ്. കളിയാട്ടം എന്ന് പറയുന്നത് ഒരു ദിവസം ഒന്നാം നടത്തുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിയാട്ടമാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് പുഷ്പാഞ്ജലി, യുക്തപുഷ്പാഞ്ജലി, കൊടിയാത്ര, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ. പിന്നെ പശുക്കൾ, ആട് വരും. പിന്നെ മെയിനായിട്ട് വെള്ളിയാഴ്ചയിലെ കുതിരകൾ. ഹരിജനത്തിനാണ് ഏറ്റവും പ്രാധാന്യം അതിൽ. അവരാണ് അതിൻ്റെ ആളുകൾ. അപ്പോൾ അവർക്ക് ആ ചിട്ട പോലെ പുരാതനമായിട്ട് വരുന്ന ആചാരപ്രകാരം കാര്യങ്ങളൊക്കെ ഇന്ന് വരെ നടത്തി പോകുന്നുണ്ട്.
ഇതുപോലെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതാവണം നമ്മുടെ എല്ലാ ഉത്സവങ്ങളും.